പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീനത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പേടിഎം അകപ്പെട്ടിരിക്കുന്ന പുതിയ പ്രതിസന്ധിയെക്കുറിച്ചാണ്. പേടിഎം പോലെയുള്ള ആപ്പുകൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. പേടിഎം ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ നിരവധി ആളുകളുണ്ട്. ഇനി പേടിഎം ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പേയ്മെൻറ്റ് സ്ഥാപനങ്ങളിലൊന്നായ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ടിലോ ജനപ്രിയ വാലറ്റുകളിലോ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് നിർത്താൻ കഴിഞ്ഞ ദിവസമാണ് RBI ആവശ്യപ്പെട്ടത്. ഫെബ്രുവരി 29 ശേഷം പുതിയ നിക്ഷേപങ്ങൾ എടുക്കാനോ ക്രെഡിറ്റ് ഇടപാടുകൾ നടത്താനോ UPIയിലൂടെയുള്ള ഫണ്ട് കൈമാറ്റങ്ങൾ ചെയ്യാനോ സാധിക്കില്ല എന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നത് നിർത്താൻ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിനോട് 2022 മാർച്ചിലാണ് ആവശ്യപ്പെട്ടത്. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 35A വകുപ്പ് പ്രകാരമാണ് പേടിഎം പേയ്മെന്റ് ബാങ്കിനെതിരെ നടപടിയെടുക്കുന്നത് എന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 29 ശേഷം ഏതെങ്കിലും കസ്റ്റമർ അക്കൗണ്ടുകൾ അതല്ലെങ്കിൽ പ്രീപെയ്ഡ് ഉപകരണങ്ങൾ, വാലറ്റുകൾ, ഫാസ്ടാഗുകൾ, NMC കാർഡുകൾ മുതലായവയിൽ എപ്പോൾ വേണമെങ്കിലും ക്രെഡിറ്റ് ചെയ്യപ്പെടുവാനുള്ള പലിശയോ അതല്ലെങ്കിൽ ക്യാഷ് ബാക്കുകളോ റീഫണ്ടുകളോ ഇല്ലാതെ കൂടുതൽ നിക്ഷേപങ്ങളോ ക്രെഡിറ്റ് ഇടപാടുകളോ ടാപ്പ് ആപ്പുകളോ അനുവദിക്കില്ല എന്നാണ് RBI ചീഫ് ജനറൽ മാനേജർ യോഗേഷ് ദയാൽ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടിയിട്ട് പേടിഎം വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് നിർത്താൻ RBI ആവശ്യപ്പെട്ടതിന് ശേഷം തന്നെ ഓഹരി വിപണിയിലൊക്കെ കനത്ത തിരിച്ചടിയാണ് പേടിഎം നേരിട്ട് വരുന്നത്. ഈ പുതിയ RBIയുടെ നിർദ്ദേശത്തിന്റെ അതല്ലെങ്കിൽ പുതിയ തീരുമാനത്തിന്റെ ഭാഗമായി $2 ബില്യൺ അതായത് 17,000 കോടി രൂപയുടെ ഇടിവാണ് ഇപ്പോൾ പേടിഎമ്മിന് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 2 വരെ പേടിഎമ്മിന്റെ വിപണി മൂല്യം ഏകദേശം 31,000 കോടി രൂപയാണ്. ഇതിന്റെ IPO മൂല്യം $19 മില്യൺ നിന്ന് കുത്തനെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് ഓഹരി വിപണിയിൽ കണ്ടത്. അപ്പോൾ ഇതിലൊരു കാര്യം വ്യക്തമാണ്, RBIയുടെ പുതിയ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി മാസം 29 ശേഷം പേടിഎം ഉപഭോക്താക്കൾക്ക് അതിന്റെ ഇടപാടുകളിൽ കാര്യമായ തടസ്സം നേരിടും. അപ്പോൾ ഈ ആശങ്കയിൽ പേടിഎം പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് പേടിഎം യൂസർമാർ ആരും തന്നെ RBIയുടെ വിലക്കിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്ഥാപകൻ വിജയ് ശേഖർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഫെബ്രുവരി 29 ശേഷവും പേടിഎം ആപ്പ് സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പേടിഎമ്മിന്റെ മാതൃസ്ഥാപനമായ 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മറ്റു ബാങ്കുകളുമായി വലിയ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം പേടിഎം പേയ്മെന്റ് ബാങ്കിന് വിലക്ക് വീണാലും മറ്റു ബാങ്കുകളുമായുള്ള പങ്കാളിത്തത്തിലൂടെ ഭൂരിഭാഗം സേവനങ്ങളും തുടരാൻ കമ്പനിക്ക് സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ അവർ പങ്കുവച്ചിരിക്കുന്നത്. പുതിയ പേടിഎം വാലറ്റുകൾ തുറക്കാൻ സാധിക്കില്ല എങ്കിലും നിലവിലുള്ള വാലറ്റുകൾ അത് ബാലൻസ് ടോപ്പ് അപ്പ് ചെയ്യാനും ഇടപാടുകൾ നടത്താനും തടസ്സമുണ്ടാക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് പേടിഎമ്മിന്റെ ഈ ഒരു മാതൃസ്ഥാപനം മറ്റു ബാങ്കുകളുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ബാങ്കുകളുടെ സേവനം ഈ പേടിഎം ആപ്പിലൂടെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നും പുതിയ ആപ്പുകൾ തുറക്കാൻ സാധിക്കില്ല എന്നാണ് പേടിഎം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പേടിഎം പേയ്മെന്റ്സിന്റെ ബാങ്കിന്റെ UPI അഡ്രസ് ഉള്ളവർക്ക് UPI ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല. എന്നാൽ മറ്റുള്ള ബാങ്കിന്റെ UPI ഐഡികൾ ഉപയോഗിച്ച് അതിന്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇടപാട് നടത്താൻ സാധിക്കുമെന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അതായത് RBI നിയന്ത്രണം നേരിട്ട് ബാധിക്കുന്നത് പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനെയാണ്. പേടിഎം ആപ്പ് മറ്റുള്ള ബാങ്കുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ 100% സേവനങ്ങൾ സാധിച്ചില്ല എങ്കിൽ പോലും ഒട്ടുമിക്ക സേവനങ്ങളും മറ്റുള്ള ബാങ്കുകളുടെ സഹകരണത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ഫെബ്രുവരി മാസം 29 ശേഷം RBI കൊണ്ടുവന്ന പുതിയ നിയന്ത്രണം പേടിഎം ബാങ്കിനെ അതല്ലെങ്കിൽ പേടിഎം ഇടപാടുകളെ വരിഞ്ഞു മുറുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.